പ്രിയപ്പെട്ടവരെ, പൊമ്പ്ര UP സ്കൂളിന്റെ 2016-17 വർഷത്തെ വാർഷിക റിപ്പോർട്ട് വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. പിന്നോക്ക ഗ്രാമമായ പൊമ്പ്രയുടെ ചലനാത്മകതയ്ക്ക് ആക്കം കൂട്ടിയ കുരുന്നു മനസ്സുകളെ വിജ്ഞാനത്തിന്റെയും മൂല്യബോധത്തിന്റെയും ആദ്യപാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗ്രാമമുത്തശ്ശിയുടെ 87ാം പിറന്നാൾ ആഘോഷമാണ് ഇന്ന്. ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ വർഷം ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ബോധ്യപ്പെടുന്ന കുറച്ചു കാര്യങ്ങൾ ഈ ദൃശ്യാവിഷ്കാരത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. 1930 ശ്രീ MV കൃഷ്ണവാര്യർ ഹിന്ദു എലിമെന്ററി സ്കൂൾ ആയി സ്ഥാപിച്ച ഈ വിദ്യാലയം പിന്നീട് 1962 7ാം ക്ലാസ് വരെയുള്ള പൊമ്പ്ര AUP സ്കൂൾ ആയി മാറുകയും ചെയ്തു. പിന്നീട് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കഴിഞ്ഞ 12 വർഷമായി പൊമ്പ്ര കൂട്ടിലക്കടവ് നുസ്രത്തുൽ ഇസ്ലാം ഓർഫനേജിൻ്റെ ഭാരവാഹികൾ ഭംഗിയായി നിർവഹിച്ചു വരുന്നു. ശ്രീ നമ്പിയത്ത് മുഹമ്മദ് ഹാജിയാണ് ഇപ്പോഴത്തെ സ്കൂൾ മാനേജർ. വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പാഠ്യപദ്ധതിയോടൊപ്പം ഭൗതിക സാഹചര്യവും മാറേണ്ടതുണ്ടെന്ന കാഴ്ചപ്പാടിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ മാനേജ്മെൻറ്റ് ആധുനിക സൗകര്യങ്ങളടങ്ങിയ ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിലാണെന്ന വിവരം അഭിമാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും നിങ്ങളെ അറിയിക്കുന്നു. സ്കൂൾ തുറക്കുന്നതോടൊപ്പം അടുത്ത അധ്യയന വർഷം ക്ലാസുകൾ ഇതിൽ തുടങ്ങാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1 മുതൽ 7 വരെ 13 ഡിവിഷനുകളിലായി 163 ആൺകുട്ടികളും 182 പെൺകുട്ടികളുമായി 345 കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നു. ജീവിക്കാനാവശ്യമായ പ്രാഥമികമായ എല്ലാ അറിവുകളും നേടിയെടുക്കാൻ ഇവിടുത്തെ കുട്ടികൾ ശ്രദ്ധിക്കുന്നു എന്നത് അഭിമാനകരമാണ്. ഇതിന് ഉത്തമോദാഹരണമാണ് കുട്ടികൾ തന്നെ നയിക്കുന്ന അസംബ്ലികളും സ്കൂൾ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെ പ്രവർത്തന മാതൃകയും. തികഞ്ഞ ഉത്തരവാദിത്വബോധമുള്ള ഞങ്ങളുടെ കുട്ടികളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കട്ടെ. പ്രവേശനോത്സവം 2016-17 ജൂൺ 1 സ്കൂൾ പ്രവേശനം അത്യന്തം ഉത്സാഹത്തോടെ ഉത്സവ സമ്മാനമായി ആഘോഷിച്ചു. അലങ്കരിച്ച സ്കൂളും പരിസരവും, പാറിക്കളിക്കുന്ന കൊച്ചു കൂട്ടുകാർ. ആദ്യത്തെ അസംബ്ലിയിൽ പ്രധാനാധ്യാപകൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ഒരു നല്ല വിദ്യാലയ വർഷം ആശംസിക്കുകയും ചെയ്തു. തുടർന്ന് മാനേജ്മെന്റ് വക മധുരപലഹാര വിതരണം, പുസ്തകം, യൂണിഫോം വിതരണം എന്നിവയും ഉണ്ടായി. ഒന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെ മുതിർന്ന ചേച്ചിമാർ സമ്മാനങ്ങൾ കൊടുത്ത് കൈപിടിച്ച് ക്ലാസ്സിലിരുത്തിയത് ഹൃദ്യമായ കാഴ്ചയായി. പ്രവേശന ഗാനം പി ജയചന്ദ്രനും സംഘവും ആലപിച്ചത് ഉച്ചഭാഷിണിയിലൂടെ കേട്ടത് വളരെ ഹൃദ്യവും ആവേശം പകരുന്നതുമായിരുന്നു എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതി ദിനം. പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠശാല. കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനും ഉതകുന്ന രീതിയിൽ പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശ്രീ KK വിനോദ് കുമാർ മാസ്റ്റർ നടത്തിയ ബോധവൽക്കരണ ക്ലാസ് വിജ്ഞാനപ്രദമായിരുന്നു. ശ്രീമതി സീമ കൊങ്ങശ്ശേരി മരം നട്ടുകൊണ്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും മരത്തൈകൾ വിതരണം ചെയ്തു. മാത്രമല്ല, കുട്ടികൾ ഉത്സാഹത്തോടെ പൂന്തോട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മികച്ച രീതിയിൽ നടക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, പത്രിക പിൻവലിക്കൽ, സൂക്ഷ്മ പരിശോധന, പ്രചരണം,
തെരഞ്ഞെടുപ്പ്, ഫലപ്രഖ്യാപനം തുടങ്ങി എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ സമ്പ്രദായത്തെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കി. വിദ്യാർത്ഥികൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരായി ഇലക്ട്രോണിക് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ നടന്ന വോട്ടെടുപ്പിലൂടെ എം മുഹമ്മദ് ഇർഷാദ് വിജയിക്കുകയും സ്കൂൾ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ ദിനം. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വളരെ വിപുലമായ പരിപാടികളോടെ നടക്കുകയുണ്ടായി. PTA പ്രസിഡന്റ് ശ്രീ റഷീദ് പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഹെഡ്മാസ്റ്റർ ശ്രീ സുരേന്ദ്രൻ മാസ്റ്റർ, മാനേജർ N മുഹമ്മദ് ഹാജി, E മുഹമ്മദ്, ഒടുവിൽ ഉമ്മർ തുടങ്ങിയവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്നത്തെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്ന രീതിയിലാണ് എല്ലാവരും പ്രസംഗിച്ചത്. 1 മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികൾ തയ്യാറാക്കിയ സ്വാതന്ത്ര്യദിന പതിപ്പുകൾ പ്രകാശനം ചെയ്തു. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ഓണാഘോഷം. ഇത്തവണത്തെ ഓണാഘോഷം വളരെ വർണ്ണാഭമായിരുന്നു. പൂക്കള മത്സരത്തോടെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു. കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മത്സരബുദ്ധിയോടുകൂടി മനോഹരങ്ങളായ പൂക്കളങ്ങൾ ഒരുക്കി. മത്സര വിജയികളെ സമ്മാനങ്ങൾ നൽകി അഭിനന്ദിക്കുകയുണ്ടായി. കുട്ടികൾക്കായി കസേരകളി മത്സരം, സുന്ദരിക്ക് പൊട്ടുകുത്തൽ എന്നിവയും നടന്നു. തുടർന്ന് അധ്യാപകർക്കായി നടന്ന കസേരകളി മത്സരത്തിൽ അധ്യാപകർ മത്സരബുദ്ധിയോടെ പങ്കെടുക്കുകയുണ്ടായി. ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ അനുസ്മരണം. 2016 ജനുവരിയിലെ പഠാൻകോട്ട് ഭീകരാക്രമണത്തിൽ പിറന്ന മണ്ണിന്റെയും ഭാരതമാതാവിന്റെയും മാനം കാക്കാൻ പോരാടി വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ നമ്മുടെ നാടിന്റെ പേര് ഭാരതത്തിന്റെ വീര ഇതിഹാസ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ധീരദേശാഭിമാനിയാണ്. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ധീരദേശാഭിമാനിയെ അനുസ്മരിക്കാനായി 2017 ജനുവരി 3 എളമ്പുലാശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ ചേർന്ന ചടങ്ങിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പുഷ്പാർച്ചന നടത്തി അദ്ദേഹത്തോടുള്ള ആദരവ് അറിയിച്ചു. തുടർന്ന് കുട്ടികൾ കര, വ്യോമ, നാവിക സേനകളുടെ പ്രദർശനവും കാണുകയുണ്ടായി. ഇത് കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായി. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ ലക്ഷ്യമാക്കി മാസത്തിൽ 2 ശനിയാഴ്ചകളിലായി ക്ലാസുകൾ നടത്തിയിരുന്നു. കുട്ടികളിൽ താൽപര്യമുണ്ടാക്കുന്ന രീതിയിൽ പാട്ടുകളിലൂടെയും കളികളിലൂടെയും ആണ് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ മനസ്സിലുറയ്ക്കുന്ന രീതിയിൽ വിവിധ പ്രവർത്തനങ്ങൾ ക്ലാസുകളിൽ നടന്നു. അധ്യാപക ദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ അധ്യാപക ദിനം സെപ്റ്റംബർ 5 അധ്യാപകർ നയിച്ച അസംബ്ലിയോടെയാണ് ആരംഭിച്ചത്. കുട്ടികൾക്ക് സ്നേഹം, പരിഗണന, സുരക്ഷിതത്വ ബോധം, അംഗീകാരം ഇവ നൽകി ഒരു സഹരക്ഷിതാവായും പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള സഹായിയായും മാറി ഈ സ്കൂളിലെ ഓരോ അധ്യാപകരും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്.
വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നേടാൻ വിദ്യാർത്ഥികളിൽ പ്രാർത്ഥന, ആത്മശിക്ഷണം, തൊഴിലിനോടുള്ള താൽപര്യം, വിജ്ഞാന തൃഷ്ണ എന്നീ ശീലങ്ങൾ വളർത്താൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വലിയ പങ്കുണ്ട്. തുടർന്നുണ്ടായ പൊതുപരിപാടിയിൽ ഹെഡ് മാസ്റ്റർ, PTA പ്രസിഡന്റ്, ഈ സ്കൂളിൽ നിന്നും വിരമിച്ച ശ്രീ MV മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. സാധാരണ ജീവിത രീതി എന്ന വിഷയത്തിൽ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് പല ആളുകളിൽ നിന്നും, പക്ഷേ വ്യാപകമായി നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്ന ഒരുപാട് രോഗങ്ങൾ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതാണ്. WSN ദിനം. ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന 13 വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. ലോക വികലാംഗ ദിനത്തിൽ അവരുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക അസംബ്ലി മറ്റു കുട്ടികൾക്ക് നല്ലൊരു മാതൃകയായി. മറ്റുള്ളവരെക്കാൾ ഒട്ടും പിറകിലല്ല ഞങ്ങൾ എന്ന് തെളിയിക്കുന്നതായിരുന്നു അന്നത്തെ അസംബ്ലി. അന്നേ ദിവസം കരിമ്പുഴ പഞ്ചായത്തിൽ വെച്ച് നടന്ന എബിലിറ്റി ഫെസ്റ്റിൽ ഈ വിദ്യാലയത്തിൽ നിന്നും 5 പേർ പങ്കെടുക്കുകയും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. LP വിഭാഗം ടീച്ചേഴ്സിനായി കളിപ്പെട്ടി എന്ന പുതിയ സോഫ്റ്റ്വെയറിന്റെ പരിശീലനം 2 ദിവസങ്ങളിലായി ഈ അധ്യയന വർഷത്തിൽ ലഭിക്കുകയുണ്ടായി. ഓരോ ക്ലാസ്സിലെയും പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ ICTയിലൂടെ പഠിക്കാം എന്നതായിരുന്നു ഈ ട്രെയിനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം. ഈ സോഫ്റ്റ്വെയർ സ്കൂളിലെ 10 കമ്പ്യൂട്ടറുകളിലും ഇൻസ്റ്റാൾ ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ പഠനം ലഭിക്കുന്നുണ്ട്. കലോത്സവം. 2016-17 വർഷത്തെ സ്കൂൾ തല കലോത്സവം സമുചിതമായി ആഘോഷിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, നാട്ടുകാർ എന്നിവരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു വേദിയും സദസ്സും. കുട്ടികൾ തങ്ങളുടെ സർഗവാസനകൾ പരസഹായമില്ലാതെ തേച്ചുമിനുക്കി രംഗത്ത് അവതരിപ്പിച്ചപ്പോൾ അത് അത്യന്തം ഹൃദ്യമായ ഒരു കലാവിരുന്നായി മാറി. ഈ കലോത്സവത്തിലെ ഏതാനും മികച്ച ഇനങ്ങൾ സബ് ജില്ലാ കലാമേളയിൽ അവതരിപ്പിക്കുകയും സമ്മാനാർഹമാവുകയും ചെയ്തു. കഥ പറയൽ, ലളിതഗാനം, ചിത്രരചന, പദ്യപാരായണം, പ്രസംഗം, അറബി സംഘഗാനം, ഗദ്യവായന, ഖുറാൻ പാരായണം, കൈയെഴുത്ത് എന്നിവ സമ്മാനാർഹങ്ങളായ ഇനങ്ങളാണ്. പ്രവൃത്തി പരിചയം. കുട്ടികളിൽ സർഗാത്മകത, നിരീക്ഷണ പാടവം ഇവ വളർത്താൻ കലാപഠനം അനിവാര്യമാണ്. കുട്ടിയുടെ കലാവാസനകൾ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കാൻ അധ്യാപകരായ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഈ വർഷത്തെ പ്രവൃത്തി പരിചയമേളയിൽ വ്യത്യസ്ത ഇനങ്ങളിൽ കുട്ടികൾ അവരുടെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. സ്കൂൾ തല പ്രവൃത്തി പരിചയമേളയിൽ ഒന്നാമതെത്തിയ 18ഓളം കുട്ടികൾ കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാ മേളയിൽ പങ്കെടുത്തു. അവിടെ നിന്ന് ഒന്നാമതെത്തിയ റിൻഷിത M, ഫായിസ M, മിഥുൻ PM എന്നിവർ യഥാക്രമം എംബ്രോയിഡറി, ബാംബൂ വർക്ക്, കോക്കനട്ട് ഷെൽ വർക്ക് എന്നീ ഇനങ്ങളിൽ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുകയും റിൻഷിത ജില്ലാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടുകയും ചെയ്തു. ഇത് നമ്മുടെ വിദ്യാലയത്തിന്റെ മികച്ച നേട്ടമായി ഞങ്ങൾ കരുതുന്നു.
സ്കൂൾ കായികമേള. ഈ വർഷത്തെ സ്കൂൾ കായികമേള 8-10-2016, 11-10-2016 എന്നീ തീയതികളിൽ നടന്നു. കുട്ടികളെ റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ എന്നീ 4 ഹൗസുകളാക്കിയാണ് മത്സരങ്ങൾ നടത്തിയത്. വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം മത്സരങ്ങളിൽ പങ്കെടുത്തു. ബ്ലൂ ഹൗസ് ഓവറോൾ കിരീടം നേടി. യെല്ലോ ഹൗസ് 2ാം സ്ഥാനത്തെത്തി. സബ് ജില്ലാ കായികമേളയിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം നടത്തി. ഉയർത്തിപ്പിടിക്കുമെന്നും പരസ്പരം പ്രോത്സാഹിപ്പിക്കുമെന്നും ഞാൻ വിദ്യാലയത്തിനു വേണ്ടി ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സ്പോർട്സ് കായിക മാമാങ്കം ഒരു നാളുകളിൽ നിങ്ങളായിരിക്കാം ഒരു പക്ഷേ താരങ്ങളായി ഉയർന്നു വരുന്നത്. Green house. Second, Muhammad Ziyad AUB house. Blue house. Hasina AUB red house. Blue house. Green house. Long jump. പഠനയാത്ര എന്ന പദത്തെ തീർത്തും അർത്ഥപൂർണമാക്കുന്ന ഒന്നായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ പഠനയാത്ര. അത് സാംസ്കാരികവും ചരിത്ര പ്രാധാന്യവുമുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ആകുമ്പോൾ അതിന് മാറ്റുകൂടുന്നു. കേരളീയ കലകളുടെ ആസ്ഥാനമായ കേരള കലാമണ്ഡലം പ്രശസ്തമായ പല മലയാള സിനിമകൾക്കും പശ്ചാത്തലമേകിയ പുരാതന കേരളീയ വാസ്തുചാരുതയുടെ പ്രതീകമായ വരിക്കാശ്ശേരി മന, തുള്ളൽ പ്രസ്ഥാന ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമായ കിള്ളിക്കുറിശി കലക്കത്തു ഭവനം, പഴയകാല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന പാലക്കാട് ജില്ലയുടെ തന്നെ പ്രതീകമായ പാലക്കാട് ടിപ്പുസുൽത്താൻ കോട്ട, മലമ്പുഴ ഉദ്യാനം എന്നിവിടങ്ങളിലേക്കാണ് ഞങ്ങൾ പഠനയാത്ര നടത്തിയത്. ഇത് കുട്ടികൾക്ക് ഒരുപോലെ ആസ്വാദ്യകരവും അറിവ് പകരുന്നതുമായിരുന്നു. 13/1/2017 നടത്തിയ ഈ പഠനയാത്രയിൽ 80ഓളം കുട്ടികളും 20 അധ്യാപകരും രക്ഷാകർതൃ പ്രതിനിധികളും പങ്കെടുത്തു. ഇംഗ്ലീഷ് ക്ലബ്. ലോകഭാഷയായ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സ്വായത്തമാക്കുക എന്നത് നാം മലയാളികൾക്ക് ഏറെ പരിശ്രമകരമായ ഒരു കാര്യമായി ഇന്നും നിലകൊള്ളുന്നു. ഇത് വരും തലമുറകൾക്ക് രസകരമായ ഒരു അനുഭവമാക്കുക എന്നതാണ് സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിൻ്റെ പ്രധാന ലക്ഷ്യം. ആധുനിക ഭാഷാ പഠനത്തിലെ നൂതന സങ്കല്പങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെ വിവിധ ആക്ടിവിറ്റികളിൽ പങ്കാളികളാക്കി സ്വാഭാവികമായ രീതിയിൽ ലോകഭാഷയെ വശത്താക്കലാണ് ഇന്ന് ക്ലാസ് മുറികളിൽ നടക്കുന്നത്. ഇതിന് അധിക സാധ്യതകൾ നൽകലാണ് ഇംഗ്ലീഷ് ക്ലബിൽ ചെയ്യുന്നത്. ഇതോടനുബന്ധിച്ച് പ്ലക്കാർഡ് മേക്കിംഗ്, നോട്ടീസ് മേക്കിംഗ്, ബാനർ മേക്കിംഗ്, കോൺവെർസേഷൻ, റൈംസ്, കൊറിയോഗ്രഫി, സ്കിറ്റ്, ഡ്രാമ തുടങ്ങിയ ആക്ടിവിറ്റികൾ ഇംഗ്ലീഷ് ക്ലബിൻ്റെ ഭാഗമായി ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ ഒരു പൂർണ്ണമായ അവതരണം മാർച്ച് 21 ഇംഗ്ലീഷ് ഫെസ്റ്റ് ആയി കുട്ടികൾ അവതരിപ്പിച്ചു. ഇത് വളരെ ആകർഷകമായ ഒരു പരിപാടി ആയിരുന്നു. മലയാളത്തിളക്കം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി മലയാള ഭാഷ എഴുതാനും വായിക്കാനും എല്ലാ കുട്ടികളെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സ്കൂളിലും മലയാളത്തിളക്കം പരിപാടി നടപ്പിലാക്കി.
നമ്മുടെ വിദ്യാലയത്തിൽ 3-4 ക്ലാസുകളിൽ എഴുത്തും വായനയും ശരിയായി അറിയാത്ത 20 കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് മലയാളത്തിളക്കം പരിപാടി ആരംഭിച്ചത്. വളരെ രസകരമായി പാട്ടുകളിലൂടെയും കഥകളിലൂടെയും വീഡിയോ പ്രദർശനത്തിലൂടെയും കുട്ടികൾക്ക് അക്ഷരങ്ങളും ചിഹ്നങ്ങളും വേർതിരിച്ചറിയാനും അക്ഷരങ്ങളിൽ നിന്ന് വാക്കുകളായും വാക്കുകളിൽ നിന്ന് വാക്യങ്ങളായും അവരുടെ ആശയങ്ങൾ മാറുന്നത് കാണാൻ കഴിഞ്ഞു. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരം കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതായും പഠന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം ഉണ്ടാക്കുന്നതായും കാണാൻ കഴിഞ്ഞു. ഒന്നര വയസ്സ് 2 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ കണക്കുമായി ബന്ധപ്പെടാണ്. ഗണിതോത്സവം. നമ്മുടെ വിദ്യാലയത്തിലെ ഗണിതോത്സവം 14/3/2017 തികച്ചും ഒരു ഉത്സവാന്തരീക്ഷത്തിൽ കൊണ്ടാടി. PTA പ്രസിഡന്റ് ശ്രീ M. റഷീദിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ശ്രീ VN സുരേന്ദ്രൻ മാസ്റ്റർ ഗണിതവും ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചും ശ്രീ K. ശിവദാസൻ മാസ്റ്റർ ഗണിതത്തിന്റെ പ്രാധാന്യം ജീവിതത്തിൽ എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചും രസകരമായി വിശദീകരിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ജാമിതീയ മൂല, ഗണിത കേളി, മെട്രിക് മൂല, ടാൻഗ്രാം എന്നിങ്ങനെ തരംതിരിച്ച കോർണറുകളിൽ ഇരുന്നു കൊണ്ട് അവരവരുടെ കരവിരുത് പ്രകടിപ്പിച്ചു. കണക്ക് രസകരമായി പഠിക്കാൻ ഏറ്റവും നല്ല ഉപാധിയാണ് പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനം. ഗണിതാശയങ്ങളും ഗണിത രൂപങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ധാരാളം ചാർട്ടുകളും രൂപങ്ങളും പ്രദർശിപ്പിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. 36 വർഷമായി ഈ വിദ്യാലയത്തിന്റെ സർവ്വവിധ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായിരുന്ന ശ്രീ AP ജോർജ് മാസ്റ്റർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ പഠിച്ച് ഇവിടെ തന്നെ അധ്യാപകനായ അദ്ദേഹം ഗാംഭീര്യമുള്ള ശബ്ദം കൊണ്ടും സൗമ്യമായ പെരുമാറ്റം കൊണ്ടും ഈ വിദ്യാലയത്തിന്റെ സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിൽ അദ്ദേഹം പ്രകടിപ്പിച്ച അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയും പ്രശംസനീയമാണ്. സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ചുമതല വഹിച്ചിരുന്ന ശ്രീ ജോർജ് മാസ്റ്റർ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്താനുതകുന്ന വിദ്യാർത്ഥി മിത്ര പദ്ധതിയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. സ്കൂളിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഈ വേളയിൽ സ്മരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാവി ജീവിതത്തിന് എല്ലാവിധ നന്മകളും നേരുന്നു. വിദ്യാഭ്യാസ വകുപ്പ്, AEO ഓഫീസ്, SSA, BRC, പഞ്ചായത്ത്, മാനേജ്മെന്റ്, PTA, രക്ഷിതാക്കൾ, ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന അഭ്യുദയകാംക്ഷികൾ, ഇവരുടെയെല്ലാം യോജിച്ച പ്രവർത്തനങ്ങൾ, അധ്യാപകർ, കുട്ടികൾ എന്നിവരുടെ നിരന്തര പരിശ്രമങ്ങൾ എന്നിവയുടെയെല്ലാം ഫലമായി പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സഹായങ്ങൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം പുതിയ കെട്ടിടത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഈ വിദ്യാലയത്തിന് എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ട് കൂടുതൽ പുരോഗതി കൈവരിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സവിനയം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.